ഹായ് ഓൾ വെൽക്കം ടു ഹാപ്പി അവേഴ്സ്. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറിന്റെ റെസിപ്പിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയും ലഞ്ചിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാമ്പാറിന്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ കുക്കറിലേക്ക് ഒരു കപ്പ് തുവരപ്പരിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അത് നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം ഒരു കൈപ്പിടി കൊച്ചുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കാമേ. കുറച്ച് ഇപ്പോഴും ചേർത്ത് കൊടുത്താൽ മതി. ഇതിനുശേഷം പൊടി ചൂടാക്കി ചേർക്കുന്നുണ്ട്. അപ്പോഴ് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടച്ച് അതിലൊരു 4-5 വിസിൽ കേൾപ്പിച്ചെടുക്കുക. എന്നാലേ തുവരപ്പരിപ്പ് നല്ലതുപോലെ വേവുള്ളൂ. ഇവിടെ നല്ലതുപോലെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി ചേർത്ത് കൊടുക്കാമേ. ഞാനിവിടെ എല്ലാം ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പച്ചക്കറികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതില് വെണ്ടയ്ക്കയും തക്കാളിയും മാത്രം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ലേ. അത് ഞാൻ പിന്നെ ചൂടാക്കിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് പിന്നെ ഇത് വേവാൻ ആവശ്യമായുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇപ്പം നമ്മൾ പൊടിയൊന്നും ചേർക്കുന്നില്ലേ. പച്ചക്കറി എല്ലാം നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം പൊടി ചേർത്ത് കൊടുക്കാൻ ചൂടാക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ കുക്കർ ഇനി അടച്ചു വെച്ച് ഒരു വിസിൽ മാത്രം കേൾപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ഒരുപാട് വിസിൽ കയറ്റി പോയാൽ നമ്മുടെ പച്ചക്കറി ഒരുപാട് അങ്ങ് വെന്തു പോവേ, കഷ്ണമായിട്ട് കിടക്കില്ല. അതുകൊണ്ട് ഒരൊറ്റ വിസിൽ കേട്ടാൽ മതി. ഇനി നമ്മൾ പാനിലേക്ക് ഇത് ആവശ്യമായിട്ടുള്ള കടുക് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുക്, ജീരകം, ഉലുവ ഇത് മൂന്നും കൂടി ഇട്ട് എണ്ണയിലിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാമേ. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാമേ. ഉള്ളി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഒരു ബ്രൗൺ കളർ ആയി വരുമ്പോഴത്തേക്കും നമ്മുടെ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി 2 സ്പൂൺ ഇടുന്നുണ്ട്. മുളക് പൊടി 1 സ്പൂണും ഇടുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പൊടിയെല്ലാം നല്ലതുപോലെ ചൂടായി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഈ പൊടി ഇടുമ്പോൾ സ്റ്റൗവിന്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണേ ഇത് ചെയ്യാനേ. ഇല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും തക്കാളിയും വെണ്ടയ്ക്കയും ഒന്നും ഉടഞ്ഞു ചേരില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പും പച്ചക്കറിയും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ഈ പൊടി ചൂടാക്കി വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ വാളംപുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഞാനിവിടെ ഒഴിക്കുന്നില്ല. ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അത് ഒഴിക്കാത്തത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കാം. പുളി പിഴിഞ്ഞൊഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ തക്കാളി 2 ആഡ് ചെയ്യുന്നതുകൊണ്ട് പുളി ഒഴിക്കുന്നില്ല ഞാൻ. പിന്നെ ഇതിലേക്ക് നല്ല മണത്തിന് ആ ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് നമ്മൾ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ സെർവ് ചെയ്യുന്ന ഏത് പാത്രത്തിലോട്ടാണോ അതിലോട്ട് ഒഴിച്ചു മാറ്റാമേ. അപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സാമ്പാറാണ്. വളരെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അപ്പം ഞാനിത് നല്ല ആവി പറക്കുന്ന ഇഡ്ഡലിയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വേണം. നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാൻ വേണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും അതൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പൊ ഇതുവരെയായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പൊ അടുത്ത ദിവസം വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ ബായ്.